കൊല്ലം ഇരവിപുരത്ത് മകളുടെ ആൺസുഹൃത്തിനെ പിതാവ് കുത്തിക്കൊന്നു. ഇരവിപുരം സ്വദേശി അരുൺകുമാറാണ് കൊല്ലപ്പെട്ടത്. ഇരവിപുരം സ്വദേശി പ്രസാദ് ശക്തികുളങ്ങര പോലീസിൽ കീഴടങ്ങി. മകളെ ശല്യം ചെയ്തെന്ന് ആരോപിച്ചുള്ള തർക്കത്തിനിടെ അരുണിന് കുത്തേൽക്കുകയായിരുന്നു. ലിജോ റോളിൻസ് ഉണ്ട്. ലിജോ, എന്താണ് ഉണ്ടായത്? രേഷ്മ, ഇന്ന് വൈകുന്നേരം ഏകദേശം 6:30യോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടക്കുന്നത്. അതായത് ഈ സംഭവം നടക്കുന്നത് കൊല്ലം വെസ്റ്റ് സ്റ്റേഷൻ പരിധിയിലുള്ള ഇരട്ടക്കട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. അവിടെ ഒരു ബന്ധു വീട്ടിലായിരുന്നു ഈ പെൺകുട്ടി ഉണ്ടായിരുന്നത്. ആ പെൺകുട്ടിയുടെ സുഹൃത്തായിട്ടുള്ള അരുൺകുമാറാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇയാൾ കൊല്ലം ഇരവിപുരം സ്വദേശിയാണ്. ഈ ഇരവിപുരം വഞ്ചിക്കോവിൽ സ്വദേശിയായിട്ടുള്ള പ്രസാദ്, 44 വയസ്സുകാരനായിട്ടുള്ള പ്രസാദ്, അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ ശക്തികുളങ്ങര പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. ഇതിനെ സംബന്ധിച്ച് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇതാണ്: ഇവർ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. ഇത് പലതവണ പറഞ്ഞു വിലക്കുകയും പലതവണ ഇവർ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ഇവർ ഫോണിലൂടെ സംസാരിച്ച് വാക്കേറ്റം ഉണ്ടാവുകയും ഇതിന് പിന്നാലെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുകയും അവിടെ ഈ പ്രസാദ്, അതായത് ഇപ്പോൾ ഈ അരുൺകുമാറിനെ കുത്തിക്കൊലപ്പെടുത്തിയിരിക്കുന്ന പ്രസാദും അരുൺകുമാറിന്റെ സുഹൃത്തുമൊക്കെയായി സംഘർഷം ഉണ്ടാവുകയായിരുന്നു. അതിനിടയ്ക്ക് ഈ സംഘർഷത്തിനിടയ്ക്കായിരുന്നു അരുണിന് കുത്തേറ്റതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. പോലീസ് ശക്തികുളങ്ങര പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലവിൽ പ്രതിയുള്ളത്.